ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിലെ അറ്റകുറ്റപ്പണിക്കായി സ്ലൂയിസ് വാൽവ് തുറന്നു. ഇതോടെ അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റി. തകരാറിലായ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് ശരിയാക്കുകയാണ് ലക്ഷ്യം. ഇതിനു മുൻപ് 2009-ലാണ് സ്ലൂയിസ് വാൽവ് പൂർണ്ണമായി തുറന്നത്. തകരാറിലായ റാക്ക് ട്രാഷ് മാറ്റി സ്ഥാപിക്കാനാണിത്. 11 ദിവസത്തേക്കാണ് ഡാം തുറന്നിടുക. പന്നിയാർ, ചെങ്കുളം നിലയങ്ങളിൽ ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളമാണ് കല്ലാർകുട്ടി അണക്കെട്ടിലെത്തുന്നത്. ഇത്തരത്തിൽ വെള്ളം എത്താതിരിക്കാനാണ് ഈ പവർ ഹൗസുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണം. നേര്യമംഗലം നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ഡാമാണ് കല്ലാർകുട്ടി. ഇവിടെ നിന്നും ലോവർ പെരിയാർ അണക്കെട്ടിലേക്ക് വെള്ളം എത്തും. ഇതാണ് കരിമണൽ നിലയത്തിന്റെ ഉൽപ്പാദനം നിർത്താൻ കാരണം. 2009-ൽ അണക്കെട്ട് തുറന്ന് ടണൽ ഉൾപ്പെടെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഈ സമയം ഡാമിൽ അടിഞ്ഞ വൻ മണൽ ശേഖരം മുതിരപ്പുഴയാറും പെരിയാറും നിറച്ചിരുന്നു. ഇത് ലോവർ പെരിയാർ നിലയത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിരുന്നു. 2018-ൽ പ്രളയവും ഈ വൈദ്യുത നിലയങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കരിമണൽ 180, നേര്യമംഗലം 77.5, ചെങ്കുളം 51.25, പന്നിയാർ 32.4 ഉൾപ്പെടെ 341.15 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ പവർ ഹൗസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.